Hello, dears. Again, welcome back to the chapter An Introduction by Kamala Das. So, നമുക്കിതിന്ന് തീർക്കണം. സോ എവിടെയായിരുന്നു നമ്മൾ എത്തിയത്? അല്ല, ഒരു ഷിഫ്റ്റിലാണ്, അല്ല, ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിൽ നിന്നും മാറി അല്ല അടുത്ത സെക്ഷൽ അല്ലെ ആ ഒരു ചേഞ്ചിലോട്ട് വരികയാണ്. സോ പൊളിറ്റിക്സ് കഴിഞ്ഞു, ഇനി പൊളിറ്റിക്സ് ഓഫ് സെക്സ് ആണ്. പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് കഴിഞ്ഞു, അല്ലെ, പൊളിറ്റിക്സ് കഴിഞ്ഞു, ഇനി പൊളിറ്റിക്സ് ഓഫ് സെക്സ് ആണ്. I was a child, and later they told me I grew, for I became tall, my limbs swelled, and one or two places sprouted hair. സോ അല്ലെ എന്താണ്, ഞാനൊരു കുട്ടിയായിരുന്നു അല്ലെ, ലേറ്റർ ദേ ടോൾ മീ ഐ ഗ്രൂ. അവരാണ് പറഞ്ഞത് അല്ലെ ഞാൻ വളർന്നു എന്ന്. അതാണ് തമാശ അല്ലെ. ഞാൻ വളർന്നു എന്ന് എനിക്ക് തോന്നണം അല്ലെ, എനിക്ക് ആ ഒരു തോന്നലില്ല അല്ലെ. ഞാൻ എന്താണ്, എൻ്റെ ഉള്ളിൽ ഞാൻ കുട്ടിയാണ്. ബട്ട് ദേ ടോൾ മീ യു ഹാവ് അല്ലെ ഗ്രോൺ അപ്പ്, ഫോർ ഐ ബിക്കേം ടോൾ അല്ലെ, ബിക്കോസ് എന്നാണ് ഫോർ അല്ലെ, ബിക്കോസ് ഐ ബിക്കേം ടോൾ. ഞാൻ അല്ലെ എൻ്റെ ആ ഒരു ശരീരത്തിന്റെ ലെങ്ത് അല്ലെ കൂടിയിട്ടുണ്ട്, എൻ്റെ കാലുകളല്ലേ ഒന്ന് കുറച്ചൊന്ന് തടിച്ചിട്ടുണ്ട്. അങ്ങനെ 1 or 2 places sprouted hair അല്ലെ, എൻ്റെ കാലുകളിൽ അവിടെ ഇവിടെയൊക്കെയും അല്ലെ കുറച്ച് രോമങ്ങളും അല്ലെ വളർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് വളർച്ച എന്നുള്ളതാണ്. സോ ശാരീരിക വളർച്ചയാണ് അല്ലെ ഒരു കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന അല്ല ഒരു ഇന്ത്യൻ കൾച്ചർ. എന്നിട്ട് എന്ത് ചെയ്യാം അല്ലെ, 10 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിയെ കല്യാണം കഴിപ്പിക്കുക. ആ ഒരു ചൈൽഡ് മാരേജ് അല്ലെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചൈൽഡ് മാരേജ് അല്ലെ ആണ്. സോ അവരുടെ ജഡ്ജ്മെന്റ് എന്താണ്, ബോഡി അല്ലെ, ബോഡി വളർന്നാൽ മൈൻഡ് വളർന്നു എന്നുള്ളതാണ്. ബട്ട് മൈൻഡ് വളരാനുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ കുട്ടികൾക്ക്, എസ്പെഷ്യലി ഗേൾസിന് എന്നുള്ളത് ചോദിച്ചാൽ അല്ല അതിന് മറുപടി ഉണ്ടാവില്ല. കാരണം അല്ലെ പലതും അല്ലെ എന്താണ് അജ്ഞരാണ് അല്ലെ. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് അല്ലെ, ബട്ട് വാട്ട് ഐ നോ അല്ല, ഐ ആം ടോട്ട് ടു ബിക്കം എ വുമൻ, but not something that is that a man gets the privileges to. I mean the lessons. നോക്കെന്താ പറയുന്നത്, when I asked for love, not knowing what else to ask for, he drew a youth of 16 into the bedroom and closed the door. So when I asked for love, സോ അല്ലെ അതാണ് ഈ ലോകത്തല്ലേ ഒരു കുട്ടി മാത്രമേ ലവിന് വേണ്ടി ചോദിക്കുള്ളൂ എന്നുള്ളതാണ്. ഗ്രോണപ്പ് ആയിട്ടുള്ള അല്ലെ മെന്റലി ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരാളും അല്ലെ പ്രണയം അല്ലെ സ്നേഹം എന്നുള്ളതിന് വേണ്ടി ചോദിക്കില്ല. സോ അതാണ് നമ്മുടെ ലോകം. അങ്ങനെയല്ലേ ഇവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾ എന്താണ്, ചൈൽഡിഷ് ആണ്. സോ ഗ്രോണപ്പിന് മനസ്സിലാവുന്നത് അല്ലെ ശരീരത്തിന്റെ ഭാഷ മാത്രമാണ്, സെക്സിന്റെ ലാംഗ്വേജ് ആണ് അല്ലെ. അവിടെ എന്തല്ല പ്രണയമല്ല അല്ലെങ്കിൽ ലവ് അല്ലെ സ്നേഹം എന്നുള്ള ഭാഷ അല്ല, അത് കുട്ടിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമല്ലോ അവള് സ്നേഹത്തിന് വേണ്ടി ചോദിച്ചു എന്ന് പറയുമ്പോൾ അല്ലെ അതെന്താണ്, മെന്റലി ഷീ ഈസ് എ ചൈൽഡ് എന്ന്. നോട്ട് നോയിങ് വാട്ട് എൽസ് ടു ആസ്ക് ഫോർ അല്ലെ, വേറെ എന്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോ അല്ലെ അത് ഒരു അറിവില്ലായ്മ. സോ അത് സമൂഹമല്ലേ അവൾക്ക് പകർന്നു നൽകിയ അറിവില്ലായ്മ തന്നെയാണ്. സോ ഹി അല്ലെ, ഹി ആരാണ് അവിടെ, ഫാദർ ആവാം അല്ലെ, കമലാദാസിന്റെ ഫാദർ ആവാം ഹി എന്ന് പറയുന്നത്. സോ അല്ലെ അതായത് VM നായർ അല്ലെ, കമലാദാസിന്റെ ഫാദർ അല്ലെ, VM നായരുടെയും അല്ലെ ബാലാമണി അമ്മയുടെയും മകളാണ് കമലാദാസ്. സോ ആ ഒരു അല്ലെ ഹി എന്ന് പറയുന്നത് അവരുടെ ഫാദർ ആവാം. ഹി ഡ്രൂ എ യൂത്ത് ഓഫ് 16 ഇൻ ടു ദ ബെഡ്റൂം. സോ അല്ലെ ഒരു 16 വയസ്സുള്ള ഒരു ആ ഒരു അല്ലെ ശൈശവ വിവാഹം നമുക്കല്ലേ ഇവിടെ കാണാം. സോ മാധവദാസ് എന്ന് പറയുന്നത്. സോ ഇവിടെ അല്ലെ 16 യൂത്ത് ഓഫ് 16 എന്ന പറഞ്ഞുള്ളത്. ഹി ഡ്രൂ എ യൂത്ത് ഓഫ് 16. സോ അല്ലെ ആ ഒരു യൂത്ത് ഓഫ് 16 ഇൻ ടു ബെഡ്റൂം. സോ ഇവിടെ മാധവദാസ് ആവാം അല്ലെ, കമലാദാസിന്റെ ഹസ്ബൻഡ് ആണ്. സോ അല്ലെ അവരെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു അല്ലെ, അങ്ങനെ കല്യാണം കഴിഞ്ഞു അല്ലെ, അങ്ങനെ ബെഡ്റൂമിലോട്ട് വിടുകയാണ് അല്ലെ. ലവ് പ്രണയത്തിന് വേണ്ടിയാണ് ചോദിച്ചത് അല്ലെ, ബട്ട് എന്താണ്, സോ മുതിർന്ന ലോകത്തിലെ അല്ലെ പ്രണയം എന്താണെന്ന് എനിക്ക് പരിചയമില്ല. ബട്ട് അല്ലെ മുതിർന്ന ആൾക്കാർക്കല്ലേ മനസ്സിലാവുന്ന പ്രണയം അത് മാത്രമാണ്. സോ ഒരു അല്ലെ ബെഡ്റൂമിൽ വെച്ചുണ്ടാക്കുന്ന പ്രണയം.
ആൻഡ് ക്ലോസ്ഡ് ദി ഡോർ. ആ ഒരു ക്ലോസ് ദ ഡോർ എന്ന് പറയുമ്പോൾ അല്ലെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെ അവിടെ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന ആ ഒരു ആക്ഷൻ ആണ്. സോ അവിടെ അല്ലെ ക്ലോസ്ഡ് ദ ഡോർ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ അല്ലെ വാതിലും കൂടി അവിടെ ഒരു അവളുടെ നേർക്ക് അടക്കപ്പെടുകയാണ്. He did not beat me, but my sad woman body felt so beaten. സോ അല്ലെ അവൻ എന്താണ് എന്നെ അല്ലെ ബീറ്റ് ചെയ്തില്ല. ബീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സെക്ഷൽ ബീറ്റിങ്ങും കൂടിയാണ്. ആ ഒരു അല്ലെ സെക്ഷൽ ആക്ടിന്റെ സമയത്ത് ആ ഒരു രതിമൂർച്ചയിൽ എത്താൻ വേണ്ടിയുള്ള ഒരു പുരുഷന്റെ ശ്രമമാണ് ഇവിടെ ബീറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ബീറ്റിംഗ്. ബട്ട് മൈ സാഡ് വുമൻ ബോഡി ഫെൽറ്റ് സോ ബീറ്റൻ. അല്ലെ സാഡ് വുമൻ ബോഡി, എന്റെ അല്ലെ ആ ഒരു സ്ത്രീ ശരീരം. സോ എന്റെ മൈൻഡ് അല്ലേ അല്ല അവിടെ മാറ്റർ, എന്റെ ശരീരമാണ് അല്ലെ അതെന്തായി പോയി അല്ലെ എന്നെ വഞ്ചിച്ച് അതങ്ങ് വളർന്നു കളഞ്ഞു അല്ലെ. അതാണ് എന്റെ സാഡ് വുമൻ ബോഡി ഫെൽറ്റ് സോ ബീറ്റൻ. അല്ലെ എന്റെ ആ ഒരു വുമൻ ബോഡിക്ക് അല്ല അടിച്ചതായിട്ട് തോന്നി എന്നുള്ളതാണ്. സോ ബീറ്റൺ എന്ന് പറയുമ്പോൾ അല്ല എന്താണ് വുമൻ ബോഡി അല്ലെ സെക്ഷുവലി ആൻഡ് മെന്റലി ബീറ്റൺ എന്നും കൂടി നമ്മൾ അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയോ ദ വെയിറ്റ് ഓഫ് മൈ ബ്രസ്റ്റ് ആൻഡ് വൂംബ് ക്രഷ്ഡ് മീ. അല്ല എന്റെ ആ ഒരു ബ്രസ്റ്റ് അല്ലെ മാറിടത്തിന്റെ ഭാരം അല്ലെ പിന്നെന്താണ് ഗർഭപാത്രത്തിന്റെ ഭാരം. സോ അതെന്നെ ക്രഷ്ഡ് അല്ലെ എന്നെ നുറുക്കിക്കളഞ്ഞു അല്ലെ. സോ എന്താണ് ഞാൻ അല്ലെ ലൗകികമായി അല്ലെ വളരാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ അല്ലെ. സോ എന്താണ് അവൾക്കല്ലേ അതൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് പറഞ്ഞതല്ലേ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെ വലിയവർക്ക് മനസ്സിലാവുന്ന ഭാഷ സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലെ ശരീരങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം, അതാണ് സ്നേഹം. സോ അതാണല്ലേ അവർ എനിക്ക് നൽകാനും ശ്രമിച്ചത് അല്ലെ. ബട്ട് എനിക്ക് വേണ്ടത് അതായിരുന്നില്ല എന്നുള്ളതാണ്. സോ അല്ലെ ഒരു കാലത്തും അല്ലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെ എനിക്ക് എന്ത് വേണം എന്നുള്ളത്. നിങ്ങളല്ലേ പലതും എന്താണ് വീട്ടുകാരാവട്ടെ നാട്ടുകാരാവട്ടെ അല്ലെ കമലാ സുരയ്യ എന്ത് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പാകമാകാത്ത ഒരു വസ്ത്രവും എടുത്തിട്ട് അല്ല അവരെ പിറകെ നടക്കുന്നവരാണ്. സോ ഇവിടെ അല്ലെ നമ്മുടെ ബൂംബ് ക്രാഷ്ഡ് മീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഒരു അല്ലെ തൻ്റെ അല്ലെ മൈൻഡിനെ മറികടന്ന് അല്ലെ വളരെ വേഗം കടന്നു വന്ന ആ ഒരു സ്ത്രീത്വം എന്ന് പറയുന്ന അല്ലെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ഇന്ത്യൻ ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു ശരീരം വളർന്ന അവസ്ഥ. സോ അതിനെ അവർ ശരിക്കും കേഴ്സ് ചെയ്യാണ്. അതൊരു അല്ലെ ബേർഡനായിട്ട് അവർക്ക് തോന്നുകയാണ്, ഒരു തരം അല്ലെ ബേർഡനായിട്ട് ഒരു ഭാരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. സോ ഐ ഷ്രാങ്ക് പിറ്റിഫുള്ളി അല്ലെ എന്താണ് വൂംബ് അല്ലെ അതൊരു തടവറിയായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയി അല്ലെ. അവിടെ ദയ സ്വയം അല്ലെ സെൽഫ് പിറ്റി മാത്രം അല്ലെ ഉണ്ടായി ഒരു ഭാഗത്ത് ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഷ്രാങ്ക് എന്നാണ് അല്ലെ ഷ്രിങ്ക് എന്ന് പറയും അല്ലെ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. സോ അവളുടെ അല്ലെ സ്വപ്നങ്ങളാണ് അവിടെ ചുരുങ്ങുന്നത് അല്ലെ. ഗർഭപാത്രം വികസിക്കുമ്പോൾ അല്ലെ അവിടെ ചുരുങ്ങുന്നത് ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളാണ് എന്നുള്ളതാണ്. ദെൻ അല്ലെ പിന്നെയോ പിന്നത്തെ കാര്യം പറയണോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ എലിപ്സിസ് വരുന്നത് അല്ലെ. എലിപ്സിസ് പറഞ്ഞാൽ ഡോട്ട്സ് ആണ്, ഒരു ലാഗ് ആണ് അല്ലെ, ഒരു നിശബ്ദത. ഐ wore a shirt and my brother's trousers, cut my hair short and ignored my womanliness. സോ അല്ലെ എന്നെ വഞ്ചിച്ചത് ഈ ശരീരമാണെങ്കിൽ അല്ലെ എനിക്കത് വേണ്ട, ഞാനും മാറാൻ പോവാണ് അല്ലെ. പുരുഷന് പറഞ്ഞിട്ടുള്ളതൊക്കെ എനിക്കും വേണം. കാരണം നേരത്തെ അവരല്ലേ സ്വയം അതങ്ങ് സ്വീകരിച്ചു അല്ലെ. ഞാൻ ലയണിനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്റെ സ്വരം. സോ അതൊന്നും അല്ലെ ഞാൻ ഒളിച്ചു വെക്കാനല്ലേ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതൊന്നും സത്യസന്ധമായതല്ല. ആ ഒരു കാര്യവും അവർ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഐ ആം ഓണസ്റ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓണസ്റ്റ്. അതെന്തോ ആവട്ടെ അല്ലെ, എങ്ങനെയുള്ളതോ ആവട്ടെ അല്ലെ, എന്റേതായതൊക്കെ എനിക്കല്ലേ സത്യസന്ധമായതാണ്. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെ. വ്യക്തികൾക്ക് ഒരു വ്യക്തിയല്ലേ ഒരു രീതിയിൽ വിലയിരുത്താൻ വേറൊരാൾക്കും റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. സോ അല്ലെ നമ്മുടെ ഒരു വാക്ക് പോലും അല്ലെ ഒരാളെ പറ്റി പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല അല്ലെ. അത്
ശരിയല്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്, എന്തോ ആവട്ടെ അല്ലെ. പുറം ചട്ടയുടെ അടിസ്ഥാനത്തിലല്ലേ ഒരാളെ വിലയിരുത്താൻ നിങ്ങൾ ഒരാളെ അല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ നിങ്ങൾക്കല്ലേ ഇങ്ങനെയാണ് വേണ്ടതെങ്കിലല്ലേ ഞാനും അല്ലെ പുറംചട്ട മാറ്റി അല്ലെ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നാ മാറുമോ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യാണ്, അല്ലെ അവരൊരു ഷർട്ട് എടുത്തിടുകയാണ്, ബ്രദറിന്റെ ട്രൗസർ എടുത്തിടുകയാണ്, അല്ലെ പിന്നെ മുടി അല്ലെ പറ്റേ മുറിക്കുകയാണ്. സോ ഇതൊക്കെയാണ് അല്ലെ ചുറ്റുമുള്ളവർ ആദ്യമേ പേടിച്ചത് അല്ലെ. ഇംഗ്ലീഷ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നോ നീ അത് അല്ലെ എന്താണ് ഒരു ഇംഗ്ലീഷ് സംസ്കാരത്തെ സ്വീകരിക്കലാണ്. അവിടെ അല്ലെ എന്താണ് പുരുഷനും സ്ത്രീക്കും അല്ലെ കുറെ ഒരുവിധം അല്ലെ സമമായ ഒരു റൈറ്റ് കിട്ടുന്ന ഒരു സംസ്കാരമാണല്ലോ അത്. അതുകൊണ്ടല്ല അങ്ങനെ നീ അങ്ങനെ അങ്ങ് വളരണ്ട എന്നുള്ളതാണ്. സോ അവരല്ലേ ഇവിടെ എന്താ ചെയ്യാണ്, പ്രതിഷേധം അല്ല ഓപ്പൺ ആയിട്ട് കാണിക്കുകയാണ്, ട്രൗസറും അല്ല ഒക്കെ ഇട്ടുകൊണ്ട് ടീഷർട്ടും. കട്ട് മൈ ഹെയർ അല്ലെ ആൻഡ് ഇഗ്നോർഡ് മൈ വുമൻലിനെസ്. സോ ഇതിലൊക്കെയാണ് നിങ്ങളുടെ സ്ത്രീത്വം ഇരിക്കുന്നത്. മുടി അല്ലെ അതിങ്ങനെ നീട്ടി വളർത്തി അതിലൊരു തുളസിക്കതിരും കൂടി ചൂടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ്. സോ പുറം കാഴ്ചകളിലാണ് അല്ലെ വിശ്വസിക്കുന്ന ലോകം. അതിനെതിരെയുള്ള ഒരു തരം അല്ലെ പ്രതിഷേധം തന്നെയാണ് അവർ ചെയ്തത്. Dress in sari, be a girl, be wife, they said. സോ അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എൻ്റെ ചുറ്റും നിന്നിട്ട് ആളുകൾ പറയാണ് ടീഷർട്ടൊക്കെ ഇട്ട് അല്ലെ ഷർട്ടൊക്കെ ഇട്ട് അല്ലെ എന്താണ് ട്രൗസേഴ്സ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഞാൻ, എൻ്റെ ശരീരമല്ല എന്നെ വഞ്ചിച്ചു എങ്കിൽ അല്ലെ ശരീരത്തെ ഞാനും വഞ്ചിക്കുകയാണ് അല്ലെ എന്നുള്ള രീതിയിൽ അവള് അല്ലെ പെരുമാറിയപ്പോ എന്താണ് പലരും അല്ലെ എന്ത് പറയാണ്, ഡ്രസ് ഇൻ സാരി അല്ലെ സാരി എടുത്തിട്ട് എന്താ ഇത് അല്ലെ സാരി അല്ലേ ഇന്ത്യൻ സ്ത്രീയുടെ അല്ലെ ഒരു വസ്ത്രം സാരിയാണ്. ബി എ ഗേൾ അല്ലെ ഒരു പെണ്ണാവ് നീ അല്ലെ പെണ്ണാവ്, അപ്പൊ നീ പെണ്ണല്ലേ എന്നുള്ളതാണ് അല്ലെ. സോ നീ പെണ്ണല്ലേ ഇപ്പോ ബി വൈഫ് അല്ലെ വൈഫ് ആകെ. സോ പെണ്ണായി കഴിഞ്ഞിട്ട് വേണം നീ വൈഫ് ആവാനായിട്ട്. നീ അല്ലെ വേഗം ഇതൊക്കെ ഒന്ന് അല്ലെ തലയിലോട്ട് കുത്തി നിറയ്ക്ക്, ശരീരമല്ലേ വളർന്നല്ലോ, നീ അല്ലേ മാനസികമായിട്ട് അതുമല്ലേ അവിടേക്ക് കുത്തി കയറ്റ് എന്നുള്ളതാണ്. സോ ഇതൊക്കെ ഇങ്ങനെ ഫിൽ ചെയ്ത് അല്ലെ സ്റ്റഫ് ചെയ്ത് നീ ആ ഒരു അല്ലെ നല്ല ഒരു ഫോമിലിങ് വരൂ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ അത് മാത്രം മതിയോ നീ? ഇല്ല അല്ലെ സ്ത്രീക്ക് പറഞ്ഞിട്ടില്ല. സോ ഗേൾ ആയി കഴിഞ്ഞാൽ അല്ലെ ആദ്യം നീ എന്ത് ചെയ്യൂ, എന്തൊക്കെയാ പറയുന്നത്, ഓർഡറിൽ നോക്കിയാൽ മതി അല്ലെ. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഡ്രസ് ഇൻ സാരി അല്ലെ ആദ്യം ഒരു സാരി എടുത്തിട്ട് എന്നിട്ടൊരു ഗേൾ ആണെന്നല്ലേ സ്വയം മനസ്സിലാക്ക്. അത് കഴിയുമ്പോൾ അല്ലെ നീ മെല്ലെ ഒരു വൈഫ് ആവും അല്ലെ. വൈഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ പണിയാണ്. സോ ആ ഒരു ഓർഡർ നോക്കിയാൽ മതി. ബി എംബ്രോയിഡറർ അല്ലെ ഒരു എംബ്രോയിഡറർ ആവുക. സോ എംബ്രോയിഡറി എന്ന് പറയുന്നത് അല്ലെ സ്ത്രീകള് എന്താണ് ഒരു ഫെമിനിസം കൂട്ടുന്ന സാധനമാണ് അല്ലെ. എപ്പോഴും എംബ്രോയിഡറി പലപ്പോഴും എന്ത് ചെയ്യില്ല, സ്ത്രീകളുടെ എംബ്രോയിഡറി എന്ന് പറയുന്ന അല്ലെ ഡിസൈൻസ് ഒക്കെ പലതും അല്ലെ വേറെയാണ്. ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ വരുന്ന അല്ലെ ആ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഫെമിനിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ തന്നെ അല്ലെ സമൂഹം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്ത്രീകളുടെ അല്ലെ ചിഹ്നങ്ങൾ എന്ന്. സോ സ്ത്രീകളുടെ ചിഹ്നങ്ങളായിട്ടല്ലേ വെച്ചിട്ടുള്ളതൊക്കെ നീ എടുത്ത് അണിയൂ എന്നാണ് പറയുന്നത്. സോ എംബ്രോയിഡറി എന്ന് പറയുന്നത് അതാണ് അല്ലെ, സാരി മേലെ ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനമാണ്. നിനക്കല്ലേ അത് പഠിക്കരുതോ നീ അല്ലെ, അങ്ങനെ അത് ചെയ്യ് അല്ലെ. ബി എൻ എംബ്രോയിഡർ, സാരി അല്ലെ ഭംഗിയാക്ക്. സോ എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ഒന്നും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. സോ എംബ്രോയിഡറി നമ്മൾ ചെയ്യുക എവിടെയാ, മെയിൻ ഗാർമെന്റിൽ അല്ലെ. സോ മെയിൻ ഗാർമെന്റിന് അലങ്കാരം ചാർത്തുന്നതാണ് എന്ത്, എംബ്രോയിഡറി. സോ അല്ലെ മെയിൻ ഗാർമെന്റ് പുരുഷനാണ്. സോ പുരുഷനെ അല്ലെ അലങ്കാരമായിട്ട് ഉള്ള വസ്തുവാണ് ഇത് സ്ത്രീ. സോ അല്ലെ നീ അതാവൂ എന്നുള്ളതാണ്. ബി കുക്ക് അല്ലെ, അവന് വയറ് നിറയ്ക്കാനുള്ള ഒരു അല്ലെ കുക്കാവണം നീ അല്ലെ. ബി അക്വാറലഡ് വിത്ത് സെർവൻസ് അല്ലെ, പിന്നെന്താണ് സെർവൻസിന്റെ കൂടെ അല്ലെ ക്വാറൽ ചെയ്യണം അല്ലെ, അടി ഉണ്ടാക്കണം. സോ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെ, ഗൃഹഭരണം അങ്ങ് ഏറ്റെടുക്കുക അല്ലെ. സോ മറ്റു പണിക്കാരല്ലേ ശ്രദ്ധയില്ലാതെ ചെയ്താൽ നീ എന്ത് ചെയ്യണം അല്ലെ, ഒരു ഗൃഹനാഥയാവൂ എന്നാണ്. സോ അവരെ അല്ലെ ശാസിക്കൂ അല്ലെ, അവരെ ഓർഡർ പഠിപ്പിക്കൂ, അതാണ് നിന്റെ പണി അല്ലെ, ഗൃഹഭരണം. സോ അതിനപ്പുറത്തോട്ട് നീ പോകേണ്ട എന്നുള്ളതാണ്.
ഫിറ്റ് ഇൻ അല്ല, ഫിറ്റ് ഇൻ ഇൻസൈഡ്. ഫിറ്റ്, ഡോണ്ട് ട്രൈ ടു ഫിറ്റ് yourself outside of this system. അല്ലെ, this system, the Indianness, just be അല്ലെ, so close, just shrink yourself inside this frame എന്നുള്ളതാണ്. ബിലോങ്, അല്ലെ നിന്നെ കൊണ്ട് വയ്യല്ലോ എന്നുള്ളതാണ്. സോ ബിലോങ് അല്ലെ, അങ്ങേയറ്റം നമുക്ക് അല്ലെ ഇറിറ്റേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്നൊക്കെ പറയാം അല്ലെ, പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെയാണ്. സോ ബിലോങ്, ക്രൈഡ് ദ കാറ്റഗറൈസസ്. സോ അല്ലെ എന്താണ്, പറഞ്ഞു മടുത്തല്ലോ നിന്നോട് അല്ലെ. കാറ്റഗറൈസസ് എന്ന് പറയുമ്പോൾ കാറ്റഗറിയിലല്ലേ പെടുത്തുന്നവര്. സോ ഞാൻ ഇത് കാറ്റഗറിയിൽ പെടാത്തവളാണ്. സോ അത് തന്നെയാണ് അല്ലെ കമലാദാസിന്റെ സമ്മറിൻ കൽക്കട്ട അല്ലെ, ഡാൻസ് ഓഫ് ദി യൂണക്സ് അല്ലെ, അത് ചെയ്യിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ജടകളുടെ നൃത്തത്തോടെ അല്ലെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയ കമലാദാസിനെ നിങ്ങളല്ലേ ഇങ്ങനെ പിടിച്ച് സാരിയിലോട്ട് വലിച്ചു കെട്ടാമോ എന്നുള്ളതാണ്. എഴുത്തുകാരിയല്ലേ എഴുത്തുകാരൻ എന്ന് പറയുന്നത്, അങ്ങനെയുള്ളവനാണ്. അങ്ങനെയുള്ളവൻ എഴുത്തുകാരനാവുമ്പോഴാണ് അവനൊരു ഗ്രേറ്റ് ആയിട്ടുള്ള എഴുത്തുകാരൻ ആവുന്നത് അല്ലെ. അവനൊരു പുരുഷന്റെ മൈൻഡിൽ കിടന്ന് ഉരുളേണ്ട കാര്യമില്ല, ഒരു സ്ത്രീയുടെ മൈൻഡിലും കിടന്നും അല്ലെ ഫുൾ ടൈം പെരളേണ്ട കാര്യം ഇല്ല. അവനല്ലേ ഒരു യൂണിവേഴ്സൽ സൗണ്ട് മാത്രമാണ്, അത് അല്ലെ ഒരു ദൈവത്തിന്റെ സൗണ്ട് തന്നെയാണ്. അവിടെയല്ലേ അവനും ദൈവവും അല്ലെ പ്രേമവും ഒക്കെയും ഒന്നായി മാറുന്ന ഒരു അവസ്ഥ, അതാണ് എഴുത്ത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് എഴുത്ത് സംഭവിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു അല്ലെ സ്ത്രീയെ പിടിച്ചിട്ടാണ് അല്ലെ നമ്മളെ സ്വത്വം സ്വയം മനസ്സിലാക്കുന്ന അല്ലെ ഒരാൾക്ക് അതൊരിക്കലും സഹിക്കില്ല. പുറമേ ഉള്ളവർക്ക് ഞാൻ എന്ത് എന്നുള്ളതല്ല അല്ലെ, എനിക്ക് ഞാൻ എന്ത് എന്നുള്ളത് എപ്പോഴും മാറ്ററാണ്. ബട്ടല്ലേ പലപ്പോഴും എന്ത് ചെയ്യും, മറ്റുള്ളവരല്ല ആളെ മുമ്പിൽ അല്ലെ ഒന്ന് ആളാവാൻ വേണ്ടിയല്ലേ പലപ്പോഴും എന്ത് ചെയ്യും, പലതും അല്ലെ പലതിനെയും എന്ത് ചെയ്യുക, നമ്മളാണ് അല്ലെ ഇതിനെ ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ആള് എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് അല്ലെ ഫ്രെയിമിലോട്ട് അങ്ങ് ഒതുക്കും. അല്ലെ ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്. സോ അതിനും അപ്പുറത്തോട്ട് പോവാൻ അല്ലെ ഈ പോകുന്നു എന്ന് കാണുമ്പോൾ എന്ത് പറയാം, അത് അഹങ്കാരമാണ് അല്ലെ, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള പലതരം അല്ലെ പേരുകളാണ്. അതുകൊണ്ടാണ് ബിലോങ്, അയ്യോ എന്താ നീ ചെയ്യുന്നത്. Cried the categorizers. Don't sit on the walls. അയ്യോ അല്ലെ, നീ എന്താ ഇത് അല്ലെ, വോളുമേൽ ഇരിക്കാമോ അല്ലെ, മതിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ കമലാദാസ് എന്നുള്ളതാണ്. സോ കമല എന്ന് പറഞ്ഞാൽ മതി അല്ലെ. സോ ദാസ് എന്നുള്ളത് ഇവിടെ അധികം അങ്ങനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. Peep through the lace draped windows. അല്ലെ എന്ത് ചെയ്യരുത്, ആ ഒരു അല്ലെ ലേസ് ഡ്രൈപ്ഡ് ആണ് അല്ലെ, ലേസ് ആണ്. സോ ലേസ് എപ്പോഴും അല്ലെ എന്താണ്, സ്ത്രീ അല്ലെ, സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളതാണ് ലേസ് അല്ലെ. ലേസ് അധികം എന്തല്ല പുരുഷന്മാരുടെ ഡെക്കറേഷൻ എടുക്കുന്ന ഒരു സാധനമല്ല ലേസ്. സോ ലേസ് ഒക്കെയും സ്ത്രീകളാണ്. സോ വീട് അല്ലെ, വീടിന്റെ ഉള്ളിലും അല്ലെ ലേസ് ആണ് അല്ലെ, ഡെക്കറേഷനും എംബ്രോയിഡറി ലേസ് ഇതൊക്കെ സിമ്പിളാണ് അല്ലെ, സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള അല്ലെ പറഞ്ഞു വെച്ച സിമ്പിൾ എന്ന് പറയാം. സോ ലേസ് ഡ്രൈപ്ഡ് ആയിട്ടുള്ള അല്ലെ വിൻഡോസ് ആണ്, ജനാലകളാണ് അല്ലെ, ആ ഒരു നല്ല അല്ലെ ഭംഗിയുള്ള ലേസ് കർട്ടൻസ് ഒക്കെ ഇട്ട വിൻഡോ ആണ്. അതിലൂടെ അല്ലെ നീ പുറത്തോട്ട് നോക്കരുത് അല്ലെ, ഇത് നല്ലൊരു ലക്ഷണമല്ല എന്നുള്ളതാണ് അല്ലെ ഈ ഒളിഞ്ഞു നോട്ടം. സോ ഒളിഞ്ഞു നോട്ടം പുരുഷന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, മോളെ വേണ്ട അല്ലെ എന്താണ് മതിലിൽ കയറിയിരിക്കുന്നതും പുരുഷന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. സോ നീ അതൊന്നും ചെയ്യരുത് എന്നതാണ്. നെക്സ്റ്റ് നോക്ക് എന്താ പറയുന്നത്, ബി അമ്മി ഓർ ബി കമല ഓർ ബെറ്റർ സ്റ്റിൽ ബി മാധവിക്കുട്ടി. നീ എന്ത് എന്നുള്ളത് ഇവിടെ മാറ്റർ അല്ല, നീ എന്താണ്. നീ രണ്ട് കാറ്റഗറിയിലേ പെടാൻ പറ്റുള്ളൂ, ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ അല്ല, നിനക്ക് വേറെ ഒന്നും ആവാനുള്ള ഒരു റൈറ്റ് ഇല്ല. സോ നീ സ്ത്രീയാണ്, നിന്റെ ശരീരമല്ല നിന്നെ മുമ്പേ ബിട്രേ ചെയ്തു അല്ലെ, നിന്നെ കൈവിട്ടതാണ് അല്ലെ, അത് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി നിനക്ക് രക്ഷയില്ല അല്ലെ, നമ്മൾ തരുന്ന വസ്ത്രം അങ്ങോട്ട് ഇട്ടോളൂ എന്നുള്ളതാണ്. സോ നമ്മളല്ലേ നിന്നെ പിടിച്ച സ്ഥിതിക്ക് എന്താണ്, ബി ആമി പി അല്ലെ കമല, നീ എന്തോ ആവട്ടെ, കമലയോ ആമിയോ അല്ലെ, നീ മാധവി കുട്ടിയോ ആവട്ടെ. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു ചൂസ് എ നെയിം. ഇത് സമയമാണ് അല്ലെ, നീ എന്തോ ആവട്ടെ, അതൊക്കെ അവിടെ അല്ലെ അടുക്കി പെടുക്കി അവിടെ വെച്ചേക്ക്. ഇത് എന്താണ്, നീ അല്ലെ ഒരു നെയിം അല്ലെ ഒരു റോൾ എടുക്കേണ്ട സമയമാണ്. റോള് അല്ലെ, അതാണ് ഏത് റോള്, ദ റോൾ ഓഫ് എ വൈഫ് എന്നുള്ളതാണ്. ചൂസ് എ നെയിം ഫോർ ഹൂം അല്ലെ, ഫോർ ഹൂം എന്ന് ചോദിച്ചാൽ ആർക്ക് വേണ്ടി അവള് ചൂസ് ചെയ്യണം ഒരു നെയിം, ഫോർ ഹെർ സേക്ക്
ഇറ്റ്സ് ഫോർ ദ സൊസൈറ്റീസ് സേക്ക് അല്ലെ. ചൂസ് എ നെയിം എന്ന് പറയുന്ന കേട്ടായിരിക്കും അല്ലെ, അവർക്ക് ഒരുപാട് പേരുകൾ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് അല്ലെ. ആമി ആയാലും കമല ആയിക്കോ അല്ലെ മാധവിക്കുട്ടി ഒക്കെ ആയിക്കോ, പക്ഷെ റോൾ എടുക്കൂ എന്നാ പറയുന്നത്. ഇതൊക്കെ നെയിം അല്ലെ നിനക്ക് ഉണ്ട്, ബട്ട് എന്താണ് അതിനപ്പുറത്തോട്ടല്ലേ ഒരു നെയിം നീ അതിവിടെ ഫിക്സ് ആക്കൂ എന്നുള്ളതാണ്. സോ മാധവിക്കുട്ടി അല്ലെ, കമല ദാസ് എന്ന് വെക്കൂ അല്ലെ, അമി ദാസ് എന്ന് വെക്കൂ, മാധവിക്കുട്ടി ദാസ് എന്ന് വെച്ചൂടെ. സോ ദാറ്റ് റോൾ അല്ലെ അത് നീ എടുത്തങ്ങ് ചാർത്തണം. ഇന്ത്യൻ സംസ്കാരത്തിന്റെ അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ അതാണ് അല്ലെ. നമ്മൾ അല്ലെ അതാണ് പറയുന്നത് അല്ലെ, പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ അല്ലെ. ഇതാണ് അങ്ങനെയുള്ളവളാണ് സ്ത്രീ അല്ലെ. കൗമാരത്തിൽ അല്ലെ പിതാവ് രക്ഷിക്കും. അതെ, പിതാവ് രക്ഷിച്ചു അല്ലെ. പിതാവ് അങ്ങനെ ഇരിക്കെ പിതാവിനോട് ഒരിക്കലും അവൾ പറഞ്ഞതാണ് അല്ലെ, എനിക്ക് പ്രണയം അല്ലെ, ലവ്, ഐ വാണ്ട് ലവ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ അല്ലെ, അപ്പോഴാണ് പിതാവ് ആ ഒരു റോള് അടുത്ത ആൾക്ക് കൈമാറുന്നത് അല്ല. ആർക്കാണ്? ഭർത്താവിന് അല്ലെ. ഭർത്താ രക്ഷതി യൗവനെ എന്നാണ് ആ ഒരു യൂത്ത് അല്ലെ, യൂത്ത്നെസ് എന്നുള്ള ഐഡിയയാണ്. സോ ആ ഒരു യൂത്തിലല്ലേ സംരക്ഷിക്കേണ്ടതവനാണ് ആര്? നമ്മുടെ ഭർത്താവ്. അതുകൊണ്ടാണ് അല്ലെ ഇവിടെ പറയുന്നത് എന്ത് ചെയ്യുക, അടുത്ത റോള് അല്ലെ വന്നിരിക്കുകയാണ്, നീ എന്ത് ചെയ്യുക, ആ റോളിന്റെ അല്ലെ പേരും കൂടി അതിന്റെ ബാക്കിൽ ചേർക്ക്. ആ ഒരു ഇന്ത്യൻ അല്ല ഐഡിയ അതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ഗേളും അല്ലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അല്ലെ ഒരു സ്ഥലത്ത് പിന്നെ പോകുമ്പോഴാണ് നോക്കുക അല്ലെ, പ്രശ്നമാണല്ലോ ഇതെന്താ നീ അല്ലെ മാരേജ് കഴിഞ്ഞ ശേഷമുള്ളതിലൊക്കെ ഹസ്ബൻഡിന്റെ പേര് അല്ലെ പേരിന്റെ ബാക്കിൽ വരുന്നു, ബാക്കിയുള്ളതിലൊക്കെ അച്ഛന്റെ പേര്. സോ ഇത് മാറ്റാനായിട്ട് നടക്കുന്ന കുറെ ഗേൾസ് അല്ലെ, ഇതാണ് നമ്മുടെ അവസ്ഥ. സോ എന്താ ഇത് എപ്പോഴാണ് ഇത് മാറുക എന്നുള്ളതാണ് അല്ലെ, അത് ആലോചിക്കുമ്പോൾ ശരിക്കും ചിരി വരും എന്നുള്ളതാണ്. സോ അതിനല്ലേ തയ്യാറായിട്ട് തന്നെയാണ് ഓരോ ഗേളും നിൽക്കുകയാണ് അല്ലെ. സോ അവര് തീരുമാനിച്ചാൽ മതി അല്ലെ, ഇതിന്റെ ആവശ്യമില്ല, എന്തിനാണത് അല്ലെ, ആവശ്യമുണ്ടോ ഒന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പുരുഷൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ ശേഷം ഗേളിന്റെ പേര് പിറകിൽ വെക്കുന്നുണ്ടോ? സോ ഇവിടെ കമലാദാസ് പറയാണ് അല്ലെ, എന്താ സമൂഹം അവളോട് പറയാണ്, ചൂസ് എ നെയിം എ റോൾ. സോ ആ റോൾ എന്താണ്? വൈഫിന്റെ റോളാണ് അല്ലെ, ദാസിന്റെ വൈഫ് അല്ലെ, ദാസിന്റെ വൈഫാണ് നീ. ഡോണ്ട് പ്ലേ പ്രെറ്റൻഡിങ് ഗെയിംസ് അല്ലെ. സോ എന്താണ് നീ അല്ലെ ട്രൗസറൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ അല്ലെ ആളെ പറ്റിക്കുന്ന ഒരു കളി കളിക്കുക അല്ലെ, കുറച്ച് മെന്റൽ ആണ് എന്നുള്ള രീതിയിൽ കളിച്ച് അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ്. ഇതാണ് അല്ലെ ഒരു സ്ത്രീ മെന്റലി അല്ലെ, അതായത് ചെറുപ്പത്തിലല്ലേ, അതായത് മാനസിക വളർച്ച എത്തും മുമ്പേ അല്ലെ, ശൈശവ വിവാഹം കഴിഞ്ഞ് ആ ഒരു സെക്ഷൽ അല്ലെ ഷോക്കിൽ നിന്ന് പുറത്തു വരാനാവാണ്ട് നിൽക്കുന്ന ഒരു ഗേൾ, അവളുടെ അല്ലെ ആ ഒരു ഷോക്ക് അല്ലെ ട്രോമ എന്ന് പറയുന്നത് മറ്റുള്ളവർ എടുക്കുന്നത് എന്തായിട്ടാണ്? പ്രിറ്റൻഡിങ് ഗെയിം ആണ് അല്ലെ, അത് വെറും ഒരു കള്ളക്കളിയാണ് നിന്റെ, ഇതൊക്കെ നിന്റെ കള്ളത്രാണ് അല്ലെ, അതൊന്നും ഇവിടെ നടക്കൂല എന്നുള്ളതാണ്. ഇതൊക്കെയല്ലേ എന്താണ് ഇത് പ്ലേ പ്രെറ്റൻഡിങ് ഗെയിംസ് ആണ്. സോ ഒരു വുമണിന്റെ അല്ലേ ഷോക്ക്, അവളുടെ ആ ഒരു മെന്റൽ ട്രോമ അല്ലെ, സെക്സ്വൽ ആ ഒരു ഹരാസ്മെന്റിൽ നേരിട്ടതിലുള്ള മെന്റൽ ട്രോമ എപ്പോഴും ഒരു നാടകം മാത്രമാണ് അല്ലെ മറ്റുള്ളവർക്ക്. ഡോണ്ട് പ്ലേ ഇറ്റ് സ്കീസോഫ്രീനിയ ഓർ ബി എ നിംഫോ അല്ല, എന്താണ് അല്ല നീ വെറും അല്ലെ ഒന്നും അറിയാത്ത പോലെ. സ്കീസോഫ്രീനിയ പറഞ്ഞെന്താ? സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെ, നമ്മൾ പറയും ദ്വന്ദ്വ വ്യക്തിത്വം അല്ലെ, അതായത് ഒന്നിലധികം ആളായിട്ട് മാറുന്ന ഒരു തരം അസുഖം അല്ലെ. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെ വേറെ സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്ന അല്ലെ ഒരു തരം വ്യക്തിത്വമാണ് സ്കിറ്റ്സോഫ്രീനിയ പിടിപെട്ടവർക്ക് ഉണ്ടാവുക. എസ്പെഷ്യലി അത് ഉണ്ടാവുക അല്ലെ ചൈൽഡ്ഹുഡ് ഷോക്ക്, പലതരം ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ള ആൾക്കാർക്കാണ് വളർന്നു വരുമ്പോൾ അല്ലെ സ്കിറ്റ്സോഫ്രീനിയ ഉണ്ടാവുക. സോ നീ സ്കിറ്റ്സോഫ്രീനിയ വന്നതായിട്ട് അഭിനയിക്കണ്ട അല്ലെ. ഓർ ബി എ നിംഫോ അല്ലെ, നീ എന്താവണ്ട, നിംഫോ എന്ന് പറഞ്ഞ എന്താ? ഓവറായിട്ടല്ല സെക്ഷൽ ഫീലിംഗ് ഉള്ള ഒരു സ്ത്രീ അല്ല, അങ്ങേയറ്റം സെക്ഷൽ ഫീൽ ഉള്ളതായിട്ടുള്ള അഭിനയിക്കൊന്നും വേണ്ട. എന്താണ് അല്ല, ബി നോർമൽ എന്നുള്ളതാണ്. സോ യു ആർ അബ്നോർമൽ. സോ അതാണ് അവളെ ഓർമ്മിപ്പിക്കുന്നത്, യു ആർ abnormal or don't try to be abnormal.
അപ്പോൾ നമ്മളൊക്കെയും നോർമലാണ്. നോർമൽ ആവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻനെസ് എന്നുള്ള ആ ഒരു സ്ത്രീ, ഭാരതീയ സ്ത്രീ സങ്കല്പത്തിൽ നിൽക്കുക, അതാണ് ആ ഒരു നോർമാലിറ്റി. അതിനപ്പുറത്തോട്ട് പോയാൽ അത് എബ്നോർമൽ ആണ്. നെക്സ്റ്റ് നോക്ക് എന്താ പറയുന്നത്. Don't cry embarrassingly loud when jilted in love. അല്ലേ? സോ എന്താ പറയുന്നത്? ജിൽറ്റഡ് പറഞ്ഞാൽ ചീറ്റ് ചെയ്യപ്പെടുക അല്ലെ. സോ ആ ഒരു പ്രേമത്തിൽ അല്ലെ, ആ ഒരു ആക്ട് സെർച്ച് ഓഫ് ലവ് അല്ലെ, നീ ലവിന് വന്നവള് ബട്ട് നിനക്ക് കിട്ടിയത് സെക്സ്, അങ്ങനെയല്ലേ ഇരിക്കുമ്പോൾ നീ ശരിക്കും ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സോ അവരല്ലേ മൗനമായിട്ട് സമ്മതിക്കുന്നുണ്ട് അല്ലെ, എല്ലാ സ്ത്രീകളും എന്താണ് ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുന്നവരാണ് എന്നുള്ളത്. ബട്ട് എന്താണ് അത് അല്ല, അതിശയിക്കാനൊന്നുമില്ല, അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ അല്ലെ, നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്തു അത്. പിന്നെ നിനക്കെന്താ അല്ലെ, നിനക്കെന്താ കൊമ്പുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? Don't cry embarrassingly loud when jilted in love. അല്ലെ, ജിൽറ്റഡ് ഇൻ ലവ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ടല്ലേ അതിൽ നീ ഇങ്ങനെ ഭയങ്കരമായിട്ടല്ല എംബാരസിംഗ്ലി അല്ലെ, അന്തം വിട്ട് അല്ലെ അലറിക്കരയേണ്ട കാര്യമില്ല. ലൗഡ് എന്നുള്ളതാണ്, അതാണ് പ്രശ്നം അല്ലെ. ലൗഡായിട്ട് കരയാൻ നിനക്ക് റൈറ്റില്ല. സൈലന്റ് ആയിട്ട് കരയുന്നവളാണ് സ്ത്രീ. ഇവിടെ നമ്മുടെ അല്ലെ കമലാദാസ് എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെയല്ല അല്ലെ. അവളുടെ എൻ്റെ ശബ്ദം ഒരു സിംഹത്തിന്റെ ഗർജനമാണെന്ന് പറഞ്ഞവളോടാണ് പറയുന്നത് അല്ലെ. മെല്ലെ നിശബ്ദമായി കരയൂ അല്ലെ. ജിൽറ്റഡ് ഇൻ ലവ് ഒക്കെ അല്ലെ നോർമൽ ആണ് എന്നുള്ളതാണ്. ഇനി അടുത്ത എലിപ്സിസ് വന്നു. ഇനി അടുത്ത ലൈന് നോക്കി. ഐ മെറ്റ് എ മാൻ ലവ്ഡ് ഹിം. ഇനി കമലാദാസ് പറയാണ്. ഇത്രയും നേരം അല്ലെ ആരാ പറഞ്ഞത്? കാറ്റഗറൈസേഴ്സ് അല്ലെ, ആ ഒരു കാറ്റഗറൈസേഷൻ ചെയ്യുന്നവര്, വർഗീകരണം നടത്തുന്നവരാണ് അല്ലെ കമലാദാസിനെ ഉപദേശിച്ചത്. ഇനി കമലാദാസ് പറയുകയാണ് തന്റെ കാര്യം. ഐ മെറ്റ് എ മാൻ, ഞാനൊരു പുരുഷനെ കണ്ടു. ഐ മെറ്റ് എ മാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എനി അതർ വുമൻ അല്ലെ, എനി അതർ ഇന്ത്യൻ വുമൻ. ഐ ടു മെറ്റ് എ മാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ജനറലൈസിംഗ് ആണ്. I loved him, just like any other woman. I too believed him, I loved him. ഇവിടെ മാൻ എന്നേ പറയുന്നുള്ളൂ അല്ലെ, എ മാൻ എന്നാണ്. അവിടെ ഫുൾ ജനറലൈസ് ആണ് അല്ലെ, അവനൊരു പേരും കൊടുക്കുന്നില്ല. കാരണം അല്ലെ തന്നെ ഫിസിക്കലി യൂസ് ചെയ്ത ഒരു മാൻ, അവൻ എന്താണ് എല്ലാ അല്ലെ പുരുഷനിലും ഉള്ളവൻ നാണവൻ അല്ലെ. ഒരു ഇന്ത്യയൊട്ടാകെയും അല്ലെ, അല്ലെങ്കിൽ ഒരു ലോകം മുഴുവനുള്ള അല്ലെ പലരും ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്താ ആവശ്യമില്ല ഇവന് അല്ലെ ഒരു പുതിയൊരു പേര്, ഞാനൊരു പേര് നൽകേണ്ട ആവശ്യമില്ല. എന്റെ വ്യക്തിത്വത്തെ അല്ലെ അംഗീകരിക്കാത്ത പുരുഷൻ, അവന് ഞാൻ എന്തായാലും ഒരു പേര് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കോൾ ഹിം നോട്ട് ബൈ എനി നെയിം അല്ലെ, ഞാൻ അതാണ് അല്ലെ, അവനെ ഞാനൊരു പ്രത്യേക പേരൊന്നും ഇട്ട് വിളിക്കുന്നില്ല അല്ലെ, അതിന്റെ ആവശ്യമില്ല. അവൻ അല്ലെ എവിടെയും ഉണ്ട്, നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവാം എന്നുള്ളതാണ്. ഹീസ് എവ്രി മാൻ ഹു വാണ്ട്സ് അല്ലെ, എവ്രി മാൻ, അവൻ എല്ലാ മനുഷ്യനെയും പോലെയാണ്, എല്ലാ പുരുഷനെയും പോലെയാണ് അവൻ അല്ലെ. അവന് വേണം, വാണ്ട്സ് ആണ് അല്ലെ. അവൻ ഹി നീഡ്സ് അല്ലെ, ഹി വാണ്ട്സ് എന്നുള്ളതാണ്. ഹി നീഡ്സ് അല്ലെ, അവന് എന്താണ് വേണ്ടത്? ബോഡി അല്ലെ, അവന് വേണ്ടത് അതാണ്. എ വുമൻ ജസ്റ്റ് ആസ് ഐ ആം എവ്രി വുമൻ ഹു സീക്സ് ലവ് അല്ലെ. സീക്കാണ്, സീക്ക് എന്ന് പറയുമ്പോൾ അവിടെ എഫേർട്ട് ഉണ്ട് അല്ലെ, ബിക്കോസ് ഇറ്റ് ഈസ് നോ വെയർ ഫൗണ്ട് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ വരുമ്പോഴേ അല്ലെ അന്വേഷിക്കും. നമുക്കല്ലേ വേഗം വേഗം കാണുന്നതാണെങ്കിൽ നമുക്കത് അല്ല അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇറ്റ് ഈസ് അവൈലബിൾ അല്ലെ ഇമ്മീഡിയറ്റ്ലി ബിഫോർ us അല്ലെ, വി ഡോണ്ട് റിയലി നീഡ് ടു ഗോ ഇൻ സെർച്ച് ഓഫ് സംതിങ്. അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് അല്ലെ അന്വേഷിച്ചു പോകുന്ന. സോ സ്നേഹം അന്വേഷിക്കുന്ന, സോ ഈ ലോകത്തല്ലേ കിട്ടാത്തതും അത് തന്നെയാണല്ലോ എന്നുള്ളതാണ്. ചോദിക്കുമ്പോൾ അല്ലെ സ്നേഹത്തിന് ചോദിക്കുമ്പോൾ വെക്ക് കിട്ടിയത് അല്ലെ കൊണ്ട് മതിയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അല്ലെ കിട്ടിയത്. ഒരു പുരുഷൻ അല്ലെ അവനെ സ്നേഹത്തോട് ചോദിച്ചപ്പോ ഉടനെ അല്ലെ മുറിയിൽ കയറി വാതിലടച്ചു അല്ലെ, അവൻ കൊടുത്തു അല്ലെ, എന്താണ് അവൻ കൊടുത്തു എന്നുള്ളതാണ്. വുമൻ ഹു സീക്സ് ലവ് ഇനി അവൾ പറയാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഐഡിയയിലോ ഉറച്ചു വെച്ചുള്ള വർത്താനമാണ് ഇനി മുഴുവൻ. ഹിം ദ ഹംഗ്രി ഹേസ്റ്റ് ഓഫ് റിവേഴ്സ്. സോ അല്ലെ, സോ ഇന്ത്യൻ സംസ്കാരത്തിൽ എപ്പോഴും വിവരിക്കുന്ന ഉപമ അല്ലെ, പല ക്ലീഷ ആയിട്ടുള്ള ഉപമകൾ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു തരം ഇറിറ്റേഷൻ അവിടെ എഴുതുന്നത് പോലെ ഉണ്ട്.
കമലാദാസ് ഇവിടെ അല്ലേ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യം വിവരിക്കുന്നത്. അതായത് വളരെ ഉപയോഗിച്ച് തഴഞ്ഞ ഒരു ഉപമയാണ് എടുത്തിട്ടുള്ളത് അല്ലെ. എന്താണ് ദ ഹംഗ്രി ഹേസ്റ്റ് ഓഫ് എ റിവർ അല്ലെ, അവനിലുള്ളത് ഒരു പുഴയുടെ തിടുക്കമാണ് അല്ലെ, കടലിലേക്ക് ചേരാനായിട്ട് വരുന്ന അല്ലെ പുഴയുടെ തിടുക്കത്തോടെ അല്ലെ. ഹി വാണ്ട്സ് എന്ന് ആൾറെഡി പറഞ്ഞു അല്ലെ, അവന് വേണം അല്ലെ, വന്നടിയണം അവന് അല്ലെ, എന്റെ ആ ഒരു ഗർഭപാത്രം അല്ലെ നിറക്കണം അവന് എന്നുള്ളതാണ്. ഇൻ മീ ദ ഓഷൻസ് tireless waiting അല്ലെ, ഞാൻ അല്ലെ അതാണ് ഇന്ത്യൻ വുമണിനെ പോലെ അല്ലെ കാത്തിരിക്കുന്ന വെറും ഒരു ഓഷ്യനാണ് അല്ലെ, അവന് വെറും ഒരു കടലാണ് അല്ലെ, വെറും ശാന്തതയിലല്ലേ ഇങ്ങനെ പുഴ വന്ന് ചേരുമ്പോൾ ഒന്ന് അല്ലെ അലയളച്ച് അല്ലെ പിന്നെയും അവിടെ ശാന്തമായിട്ടിരിക്കുന്ന അല്ലെ, പുഴ വന്ന് ചേരുമ്പോൾ മാത്രമല്ലേ അലകൾ ഉയർത്തി ഒന്ന് അല്ലെ സ്വയം ഒന്ന് ജീവിക്കുന്ന ഒരു കടലാണ് എന്ന് വിലയിരുത്തപ്പെട്ട ആ ഒരു ഉപമയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെ, എങ്ങനെയുള്ള കടലാണ്? ടയർലെസ് ആണ് അല്ലെ, എങ്ങനെ പുഴ എപ്പോഴും വേണമെങ്കിലും അല്ലെ വന്നടിയാമെന്നുള്ളതാണ്. യു ക്യാൻ അല്ലെ കം ആൻഡ് സെക്സ് വെൻ എവർ യു വാണ്ട് അല്ലെ, ടയർലെസ് ആയിട്ട് നിൽക്കേണ്ടത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ് അല്ലെ, എപ്പോഴൊക്കെ വേണമോ അപ്പോഴൊക്കെ വരാം, വാതിലടക്കാം അല്ലെ, കാര്യം നടത്താം, പോവാം എന്നുള്ളതാണ്. ബിക്കോസ് ഹി വാണ്ട്സ് ഐ സീക്ക് എന്നുള്ളതാണ്, ഞാൻ സീക്ക് ചെയ്യാണ് അല്ലെ, നീ ഇവിടെ ഉണ്ടെങ്കിലും അല്ലെ എവിടെയും കാണുന്നില്ലല്ലോ, ഞാൻ സീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ സീക്ക് ചെയ്യുന്നത് ലവ് ആണ് അല്ലെ. അങ്ങനെയല്ലേ, അങ്ങനെ നീ വന്ന് എന്നിൽ അടിയുന്ന നിമിഷം ഞാൻ അല്ലെ ഒരു ദിവസം പലപ്പോഴും ചോദിക്കുകയാണ്, ഹു ആർ യു അല്ലെ, നീ ആരാണ് എന്ന് അല്ലെ. ഐ ആസ്ക് ഈച്ച് ആൻഡ് എവ്രി വൺ, ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഐ അല്ലെ. സോ ഞാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അല്ലെ എല്ലാവരോടും ചോദിക്കും. കാരണം എൻ്റെ ആ ഒരു തേഴ്സ്റ്റ് അല്ലെ, സീക്കിങ് അവസാനിക്കുന്നില്ല. ഒരു പുരുഷനിലല്ല ഒതുങ്ങുന്ന സീക്കിങ് അല്ല. കമലാദാസിന്റെ അല്ലെ കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലെ പ്രപഞ്ചമാണ്. ആ ഒരു അല്ലെ ലോകൈക ദൈവം എന്നുള്ള രീതിയിലോട്ട് ഉയർന്ന ഒരു പ്രണയത്തെ മാത്രമേ അവർ സ്വീകരിക്കൂ. അങ്ങനെ ഒന്നും വരികയും ഇല്ല എന്നുള്ളതാണ് സത്യം. സോ എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് അല്ലെ, എവിടെയാണ്, ആരാണ്, ആരാണ്? സോ എല്ലാവരും പറയുന്ന ഒന്ന് മാത്രമാണ്, ഞാനാണ് ഞാൻ അല്ലെ, ഇറ്റ് ഈസ് ഐ, ഞാൻ അല്ലെ, ഞാനാണ് ഞാൻ എന്നുള്ളതാണ്. സോ ഞാൻ എന്നുള്ള ആ ഒരു മെയിൽ ഈഗോ അല്ലെ, പുരുഷൻ അല്ലെ എപ്പോഴും ഞാൻ എന്ന് പറയുന്ന അല്ലെ ഐ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. മെയിൽ ഗെയ്സ് ആണ്, മെയിൽ അല്ലെ പുരുഷന്റെ കാഴ്ചപ്പാട്. ഗെയ്സ് എന്ന് പറഞ്ഞാൽ GAZE അല്ലെ, ഗെയ്സ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്, നോട്ടം എന്നൊക്കെയാണ് അർത്ഥം. സോ അല്ലെ അവിടെ അല്ലെ പുരുഷൻ ഞാൻ അല്ലെ സ്വയം അഭിമാനത്തോടെ പറയാം, ഞാനാണ് അല്ലെ ഞാൻ. സോ ഇവിടെ അല്ലെ കവയിത്രിക്ക് മനസ്സിലാവുന്നില്ല ഈ ഞാൻ എന്ന് പറയുന്നത്. കാരണം ചുറ്റുമല്ല എല്ലാ പുരുഷന്മാരും എന്ത് ചെയ്യണം, ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നു. സോ ഞാൻ എന്നുള്ള മെയിൽ ഈഗോ അവിടെ പുരുഷന്മാരല്ലേ എപ്പോഴും അവകാശപ്പെട്ടതാണ്. സോ ഞാൻ എന്ന് അല്ലെ ഒരു സ്ത്രീ പറയാൻ പറ്റില്ല. കാരണം അല്ലെ ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകില് അല്ലെ വേറെ പല ടെയിലും വരും അല്ലെ, ദാസ്, കമലാ ദാസ് എന്ന് വെക്കേണ്ടി വരും. സോ അതല്ലേ ഒരിക്കലും ഞാൻ എന്നുള്ളതിൽ അല്ല, ഞാൻ എന്നുള്ളത് ഞാനാവുന്നുണ്ടെങ്കിൽ അല്ലേ പിന്നെ എന്തിനെനിക്ക് അതിന്റെ ആവശ്യം എന്നുള്ളതാണ്. ബട്ട് അല്ലെ ഇന്ത്യൻ സമൂഹം അതിനെ ഒരിക്കലും അനുവദിക്കില്ല മക്കളെ. അല്ലെ എന്ത് ചെയ്യേണ്ടി വരും അല്ലെ, അച്ഛന്റെ പേര് വെക്കേണ്ടി വരും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേര് വെക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അല്ലെ എന്താണ്, നീ പൂർണ്ണനാണ് അല്ലെ, നീ പൂർണ്ണനാണ്, നീ നിന്റെ അല്ലെ ഐ എന്നുള്ള ഈഗോയിൽ എപ്പോഴും നിൽക്കുന്നു. And I see the one who calls himself I in this world. In this world അല്ലെ, ഏതാണ് ഈ ലോകം? ഇന്ത്യ തന്നെയാണ് ആ ലോകം അല്ലെ. നിങ്ങളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാട് പുലർത്തുന്ന ഇന്ത്യൻ സമൂഹം തന്നെയാണിത്. He is tightly packed like the sword in its sheath അല്ലെ. അവനോ എങ്ങനെയാണ്? ടൈറ്റ്ലി പാക്ഡ് ആണ് അല്ലെ, നല്ല പാക്ഡ് ആയിട്ട് കിടക്കുകയാണ്. എങ്ങനെ? ഒരു അല്ലെ പെർഫെക്റ്റ് ഷീറ്റിൽ ഒതുങ്ങുന്ന അല്ലെ, ഒരു വാളുറയിൽ അല്ലെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന ഒരു വാള് പോലെ. സോ അവിടെ എന്തില്ല, യാതൊരു അല്ലെ അൺഫിറ്റിങ് ആയിട്ടുള്ള കാര്യവും ഇല്ല. ഹീസ് പെർഫെക്റ്റ് എന്നുള്ള ഐഡിയ ആണ്. പിന്നെ അല്ലെ കമ്പയർ ചെയ്തിരിക്കുന്ന സാധനം നോക്കുക അല്ലെ, വാളാണ്, ഒരു ഷീത്ത് ആൻഡ് സോഡാണ് അല്ലെ, പവർ, അധികാരത്തിന്റെ ചിഹ്നങ്ങളാണ്. സോ അവള് ആദ്യമേ അല്ലെ നെഹ്റുവിനെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ കവിതയുടെ തുടക്കം തന്നെ അല്ല അധികാരം പേറുന്ന ആൾക്കാരുടെ കാര്യം അല്ലെ കമലാദാസ് പറയുന്നുണ്ട് അല്ലെ. കാരണം
അവർക്ക് എന്ത് വേണ്ട, ഡിസ്ക്രിപ്ഷൻ വേണ്ട അല്ലെ. ബട്ട് കമലാദാസ് എന്ന് പറയുന്ന ഞാൻ അല്ലെ, ഐ ടു കോൾ മൈസെൽഫ് ഐ എന്ന് പറയേണ്ടെങ്കിൽ ഒരു 59 സ്റ്റെപ്സും കടന്നു വരണം എന്നുള്ളതാണ്. അത് കടന്നു വന്നാലാണ് അല്ലെ ഇന്ത്യൻ സംസ്കാരത്തിൽ അല്ലെ നമ്മുടെ സംഖ്യ അല്ലെ ഇമ്പോർട്ടന്റ് ആണ്. പുണ്യം 3, 6, 9 ഇതൊക്കെ എന്താണ്, പുണ്യ നമ്പേഴ്സ് ആണ് അല്ലെ, സാക്രഡ് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അങ്ങനെ 59 സ്റ്റെപ്പും കടന്നു വന്ന് 60 എത്തുമ്പോൾ മാത്രമേ അല്ലെ കമലാദാസ് എന്ത് നേടുള്ളൂ, പുണ്യം നേടി സ്വന്തം സത്വം മനസ്സിലാക്കുള്ളൂ എന്നാണ്. ആ ഒരു ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെയും കളിയാക്കുന്ന ഒരുപാട് ഐഡിയ ഇതിൽ വരുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അല്ലെ വരും, ലാസ്റ്റോട്ട് മുഴുവനായിട്ട് നമുക്കത് മനസ്സിലാവും. സോ ഇവിടെ അല്ലെ സോഡ് ഇൻ ഇറ്റ്സ് ഷീത്ത് എന്ന് പറയുമ്പോൾ അല്ലെ ആ ഒരു പെർഫെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അധികാരം അല്ലെ, പവർ, പൊളിറ്റിക്സ് ഓഫ് പേട്രിയാക്കി, ആ ഒരു പുരുഷ ആധിപത്യ സമൂഹം അല്ലെ, അവന്റെ അധികാരത്തിന്റെ ചിഹ്നമാണ് ആ ഒരു വാൾ എന്ന് പറയുന്നത്. It is I who drink lonely drinks at 12 midnight in hotels of strange towns. സോ അവൻ പറയുന്നു ഇത് ഞാനാണെന്ന് അല്ലെ. സോ ആ ഒരു ഞാൻ അല്ലെ, ഇവിടെ ഈ ഐ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് കവിയത്രിയെ അല്ല, ആ ഒരു ഞാൻ എന്ന് പറയുന്ന പുരുഷന്മാരെ പറ്റിയാണ് ഇനി അവർ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഐ അല്ലെ, ഇറ്റ് ഈസ് ദ ഐ ഹു ഡ്രിങ്ക് ലോൺലി ഡ്രിങ്ക്സ് അറ്റ് 12 അല്ലെ. സോ രാത്രി അല്ലെ എന്താണ് 12 മണിക്കല്ലേ ഒറ്റയ്ക്ക് ഡ്രിങ്ക്സ് കഴിക്കാൻ അല്ലെ അധികാരമുള്ളവൻ അത് അവനാണ് ഞാൻ അല്ലെ, അവന് തന്നെയാണ് എപ്പോഴും എന്ത് പറയുന്നത്, ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെ ഞാൻ എന്ന് പറയുന്നത്. അവന് അധികാരമുണ്ട് അല്ല, അവൻ പല രീതിയിലല്ലേ തൻ്റെ ആ ഒരു സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തവനാണ്. രാത്രിയും പകലും അല്ലെ, വാളാണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും ഒക്കെയും അവന്റെ മേഖല തന്നെയാണ്. ഇനിയിപ്പോ അല്ലെ മിഡ് നൈറ്റ് ആണെങ്കിലും ഇങ്ങനെ ഹോട്ടൽസ് ഓഫ് സ്ട്രേഞ്ച് ടൗൺസ് ആണെങ്കിലും അല്ലെ, ടൗൺ സ്ട്രേഞ്ച് ആണോ എന്നുള്ളതൊന്നുമല്ല, അവൻ പുരുഷനാണ് അല്ലെ, അതാണ്. ഹോട്ടൽ സ്ട്രേഞ്ച് ആണോ എന്നുള്ളതും അല്ല അല്ലെ, അവൻ പുരുഷനാണ്, അതാണ് കാര്യം. ഇറ്റ് ഈസ് ഐ ഹു ലാഫ് അല്ലെ, അവനാണ്, അതാണ് ലാഫ് അല്ല, അത് അവന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. അട്ടഹസിച്ച് ചിരിക്കുക എന്ന് പറഞ്ഞത് അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മെല്ലെ കരയുക അല്ലെ. പ്രേമത്തിൽ വഞ്ചിക്കപ്പെടുന്നതൊക്കെ അല്ലെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനൊന്നുമല്ല ഇങ്ങനെ ഒച്ചയിട്ട് കരയേണ്ട ആവശ്യമില്ല അല്ലെ, വായി പൊത്തി പിടിച്ച് കരയുക. സോ ഇറ്റ് ഈസ് ഐ ഹു ലാഫ് അല്ലെ, അതാണ് ഇത് ഞാൻ എന്ന് പറയുന്നവൻ, അവൻ അല്ലെ, ചിരിക്കുന്നവനാണ് അവൻ. ഇറ്റ് ഈസ് ഐ ഹു മേക്ക് ലവ് അല്ലെ, അതാണ് അവൻ അല്ലെ, മേക്ക് ലവ് ആണ്, ലവ് മേക്കിംഗ് ആണ് അല്ലെ, ആ ഒരു ശാരീരിക ബന്ധത്തെയാണ് പറയുന്നത്. വന്ന് അല്ലെ പുഴ വന്ന് അല്ലെ വേണ്ടപ്പോൾ വന്ന് അങ്ങ് ഒഴുകുകയാണ്. ആൻഡ് ദെൻ അത് കഴിയുമ്പോഴോ അല്ലെ, സെക്സ് കഴിയുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ആ ഒരു ഷെയിം അല്ലെ, നാണക്കേട്. സോ അത് പലർക്കും തോന്നുന്നതാണ്. സെക്സ് അല്ലെ എന്നുള്ള ആക്ഷൻ കഴിയുന്ന നിമിഷം, ആ ഒരു മൊമെന്റിൽ, ആ ഒരു ഇജാക്കുലേഷൻ എന്നുള്ള പ്രോസസ് കഴിയുമ്പോൾ അല്ലെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഷെയിമാണ്. സോ ഒരു സ്ത്രീക്ക് അല്ലെ കീഴ്പ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്നുണ്ടാവുന്ന ഒരു നാണക്കേട് അല്ലെ, തന്നേക്കാൾ അല്ലെ ലെസ് ആയിട്ടുള്ള, തന്നേക്കാൾ അല്ലെ താഴെയുള്ള ഒരു ജീവി എന്ന് തന്നെ പറയാം അല്ലെ, ജീവി അതിന് കീഴ്പ്പെട്ടു പോയല്ലോ എന്നുള്ള അല്ല, അതിനെ ആശ്രയിച്ചല്ലോ എന്നുള്ള ഒരു തരം ഷെയിമാണ്. That he submitted to a woman out of lust അല്ല, ആ ഒരു ഫീലിംഗ് ആണ്. It is I who lie dying with a rattle in my throat. സോ അല്ലെ അവസാനത്തേത് കമലാദാസ് അല്ലെ നല്ലപോലെ പുരുഷന്മാരെ ഒന്ന് ഇരുത്തിയത് തന്നെയാണ്. നോക്ക്, ഇറ്റ് ഈസ് ഐ, എന്നിട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു പുരുഷന്മാരെ അല്ലെ, നിങ്ങൾ പറയുന്നു എന്തൊക്കെയാ പറഞ്ഞത്, ഐ ഡ്രിങ്ക് ലോൺലി ഡ്രിങ്ക്സ് അറ്റ് 12 അല്ലെ, രാത്രി മദ്യപിക്കുന്നവൻ, മിഡ് നൈറ്റ് അല്ലെ ആയാലും ഞാൻ എന്ന് അല്ലെ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ലോകം മുഴുവൻ കുലുങ്ങില്ല അല്ലെ. ബട്ട് ഒരു സ്ത്രീ ഒരു സ്ട്രേഞ്ച് സിറ്റിയിൽ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചാൽ അല്ലെ പ്രശ്നമാണ്. ബട്ട് ഒരു പുരുഷൻ അല്ലെ അത് പറ്റുന്നു, അവൻ അല്ലെ അത് ചെയ്യുന്നു, അവൻ അത് ചെയ്യുന്നവനാണ് പുരുഷൻ. ഉറക്കെ അട്ടഹസിച്ച് ചിരിക്കുന്നവനാണ് പുരുഷൻ അല്ലെ. ആ ഒരു ലസ്റ്റ് ഒരു സ്ത്രീക്കല്ല, സ്ത്രീയുടെ ദേഹത്ത് ലസ്റ്റ് തീർത്ത് അത് കഴിഞ്ഞ് നാണം കെട്ട് നിൽക്കുന്നവനാണ് പുരുഷൻ. പിന്നെ എന്തുവാണ് പുരുഷൻ
അല്ലെ അവസാനം എല്ലാം കഴിഞ്ഞ് അല്ലെ ജീവിതത്തിലെ ഓട്ടമൊക്കെ കഴിഞ്ഞ് അല്ലെ അവിടെ ചത്ത് കിടക്കുമ്പോ എങ്ങനെ കിടക്കുമ്പോ ഡൈങ് വിത്ത് എ റാറ്റിൽ ഇൻ മൈ ത്രോട്ട് അല്ലെ ആ ഒരു റാറ്റിലാണ് അലർച്ച അല്ലെ തൊണ്ടയിലെ അലർച്ച അല്ല അവിടെ ബാക്കിയാക്കി അപ്പോഴും മരിച്ചു കിടക്കുന്നവനാണ് പുരുഷൻ. അപ്പോഴും അവന്റെ തൊണ്ടയിലല്ലേ അലർച്ച ഉണ്ട് എന്നുള്ളതാണ്. സോ അവൻ അതിനുള്ള റൈറ്റ് അല്ലേ, മരിച്ചാൽ പോലും അവന്റെ തൊണ്ടയ്ക്ക് അവകാശപ്പെട്ടത് അലർച്ച തന്നെയാണ്. അവിടെ അല്ലേ ഒരു സൈലന്റ് ക്രൈ എന്നുള്ളത് വേണ്ട, അല്ല അവിടെ ഒട്ടിച്ചു വെക്കാൻ ഒരു സാധനമേ ഉള്ളൂ, ഗർജനം അല്ലെ, പുരുഷ ഗർജനം, ദ ലയൺസ് റോറിംഗ്. സോ ഇങ്ങനെ അല്ലെ എന്താ പറയുന്നത് കവയിത്രി ഇപ്പോ? സോ നീയല്ലോ അല്ലെ, നീയും എന്നെ പോലെ അവസാനം മരിക്കുന്നു, പിന്നെ നീയും ഞാനും തമ്മിൽ എന്താണ് എന്നുള്ളതാണ്. സോ എവിടെയാണ് ഈ വ്യത്യാസം? കവയിത്രിക്ക് അത് കാണുന്നില്ല. സോ അല്ലെ എന്താണ്, നീ അല്ലെ ഇങ്ങനെ പാപം ചെയ്യുന്നു അല്ലെ, നീ ശാരീരികമായിട്ടല്ലേ പാപം ചെയ്യുന്നു, അതിൽ നിനക്ക് നാണക്കേട് തോന്നുന്നു അല്ലെ, ഇതൊക്കെ നീ ചെയ്യുന്നുണ്ട്, നീ കുറ്റം ചെയ്യുന്നു. സോ നെക്സ്റ്റ് നോക്ക്, ഐ ആം സിന്നർ, ഐ ആം സെയിന്റ് അല്ലെ. സോ അത് ഇന്ത്യൻ ഐഡിയാസിനെ അല്ലെ അങ്ങേയറ്റം കളിയാക്കുന്ന ഒരു ആശയമാണ്. സോ ഇന്ത്യൻ ഐഡിയാസ് എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫൂളിഷ് ആയിട്ടുള്ള ഇന്ത്യൻനെസ്സിലല്ലേ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നവരെയാണ്, അല്ലാതെ ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു അല്ലെ ദേശീയ ആ ഒരു ആശയത്തെ അല്ല. മണ്ടനായ അല്ലെ ഒരു എഴുത്തുകാരന്റെ മുമ്പിൽ അല്ലെ ഇങ്ങനെയുള്ള ആശയങ്ങൾ വിളമ്പുന്നവരെ അല്ലെ കളിയാക്കുന്നതാണ്. ഐ ആം സിന്നർ എന്നാ പറഞ്ഞത് അല്ലെ. അവിടെ നോക്കുക, വേർഡ് സിന്നർ എന്നാണ്, സിന്നാണ് അല്ലെ, പാപമാണ്, ഒരു ക്രൈം അല്ല അല്ലെ. വൈ ഈസ് ഇറ്റ് നോട്ട് എ ക്രൈം? ആൻഡ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്രൈം ആൻഡ് എ സിൻ? നിയമപരമായിട്ടുള്ള അല്ലെ കുറ്റങ്ങളാണ് എന്ത് ക്രൈം എന്ന് പറയുന്നത് അല്ലെ. നിയമപരത്തിന്റെ മുമ്പിലുള്ള കുറ്റങ്ങളാണ് നമ്മളെപ്പോഴും ക്രൈം എന്ന് പറയുന്നത് അല്ലെ. ഒരു സിൻ എന്ന് പറയുമ്പോൾ അതിലൊരു റിലീജിയസ് നേച്ചറാണ് അല്ലെ, ഒരു തരം മതത്തിന്റെ ഒരു അല്ലെ സ്വഭാവമാണ് അതിന് കിട്ടുന്നത്. ഐ ആം എ സിന്നർ എന്നുള്ളതാണ്. സോ അല്ലെ മതപരമായിട്ടല്ലേ ഞാനൊരു പാപിയാണ് അല്ലെ, മോക്ഷം എന്നുള്ള ഐഡിയയുമായി കണക്ട് ചെയ്യപ്പെടുന്നതാണ് അല്ലെ പാപം എന്ന് പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അല്ലെ. സോ അങ്ങനെ കമലാദാസ് അല്ലെ ഇങ്ങനെ 59 ലൈൻസും കടന്നു വന്നിരിക്കുകയാണ്. സോ അല്ലെ, സോ ക്ലോസ് ടു ആ ഒരു പാപമോക്ഷം അല്ലെ, സ്വയം മോക്ഷമല്ലേ, ഞാൻ തന്നെ നേടിക്കോളാം അല്ലെ, എനിക്ക് ആരും വേണ്ട, എനിക്ക് നിങ്ങളല്ലേ മോക്ഷം തരണ്ട എന്നുള്ള അവസാനത്തെ പ്രഖ്യാപനമാണ് അവരുടെ ഐ ടു കോൾ മൈ സെൽഫ് ഐ എന്നുള്ളത്. സോ 60-61 ലൈനിലെത്തുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് കമലാദാസ് പറയുന്നല്ലേ, ഐ ആം സിന്നർ, ഐ ആം സെയിന്റ്, ഞാനല്ലേ പാപിയാണ്, ഞാനും പാപം ചെയ്തിട്ടുണ്ട് അല്ലെ. പുരുഷനായ നീ അല്ലെ സ്വതന്ത്രമായിട്ട് അല്ലെ സെക്സ് എന്നുള്ള ആ ഒരു ഇതിൽ പാപം ചെയ്തു എങ്കിൽ അല്ലെ, ഞാൻ എൻ്റെതായ രീതിയിലും അല്ലെ ഒരുപാട് പുരുഷന്മാരല്ലേ വന്നിട്ടുണ്ട്, വന്നവനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹു ആർ യു, ഹു ആർ യു, എനിക്ക് ഉത്തരമൊന്നും കിട്ടിയിട്ടില്ല അല്ലെ. എനിക്ക് എന്താണ് കിട്ടിയത്? ഞാൻ എന്നാണ്. സോ അതിൽ നിന്ന് അല്ലെ എന്നിൽ നിന്നും എൻ്റെ ഞാൻ എന്ന ഐഡിയയിൽ നിന്നും അല്ലെ വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും അതിൽ തോന്നുന്നില്ല. കാരണമല്ലേ നീ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് അവസാനം നീ മരിച്ചു വീഴുന്നു എന്നെ പോലെ അല്ലെ. ഞാനും നീയും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണോ എന്നുള്ളതാണ് അല്ലെ കമലാദാസ് ഇവിടെ ചോദിക്കുന്നത്. സോ സിന്നർ എന്ന് പറയുന്നു അല്ലെ ആ ഒരു സാമൂഹികപരമായ അല്ലെ സൊസൈറ്റിയുടെ ഐഡിയ അതാണ് ഇവിടെ. അതുകൊണ്ടാണ് സിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ, പാപം. നമ്മൾ ബുദ്ധിസം എടുത്തു നോക്കിയാൽ നമുക്കറിയാം അല്ലെ എന്താണ് ഒരു മോക്ഷം എന്നുള്ള ഐഡിയയിലേക്ക് അല്ലെ എന്നെ ഞാൻ അറിയുക എന്ന അവസ്ഥയിലോട്ട് വരണമെങ്കിൽ എന്ത് വേണം അല്ലെ, എൻ്റെ ആ ഒരു സെക്ഷൽ ഫീലിംഗിൽ നിന്ന് ഞാൻ പുറത്ത് വരണം അല്ലെ, ത്രൂ സിൻ അല്ല, അതിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുക, ഒരു സെയിന്റ് ആയിട്ട് മാറുക. പാപത്തിലൂടെ അല്ലെ ആ ഒരു സെക്ഷൽ ആക്ഷൻ ഒക്കെയും അല്ലെ ശമിപ്പിച്ച് ആ ഒരു അഗ്നി അല്ലെ മുക്തി നേടിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സന്യാസി ആവുക. സോ അവിടെ അല്ലെ എന്താണ് ഇറാഷണൽ ബീയിങ് അല്ലെ, അതൊക്കെയും എന്തായി സാറ്റിസ്ഫൈ ആയി അല്ലെ, എങ്കിൽ എന്താണ് ജേർണി ടുവേർഡ്സ് ദ റാഷണൽ ദാറ്റ് ഈസ് പോസിബിൾ നൗ എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെയാണ് അല്ലെ, നീ എന്താണ് പലരെയും സെക്സ് ചെയ്തല്ലേ, നീ ഞാനാണെന്ന് നിനക്ക് ഉറക്കെ പറയാൻ അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ പ്രകാരമല്ലേ അങ്ങനെ സെക്ഷൽ ആക്ഷനിലൂടെ അല്ലെ ആ ഒരു അഗ്നി ശമിപ്പിച്ച് അല്ലെ നീ ഒരു സന്യാസി ആവുന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാനും സന്യാസി തന്നെയാണല്ലോ എന്നുള്ളതാണ് അല്ലെ. ഐ ആം സിന്നർ, ഞാൻ സിൻ ചെയ്തിട്ടുണ്ട്,
പിന്നെയോ ഐ ആം സെയിന്റ് അല്ലെ, ഞാൻ അങ്ങനെ എന്താണ് സിന്നിലൂടെ അല്ലെ പുണ്യവും നേടിയിട്ടുണ്ട്. ഐ ആം ദ ബിലവഡ് ആൻഡ് ദ ബിട്രേഡ് അല്ലെ, ഞാൻ അതാണ് അല്ലെ, ഞാൻ എന്താണ് ബിലവഡ് ആയിട്ടുണ്ട് അല്ലെ, പലർക്കും അല്ലെ പ്രേമിനി ആയിട്ടുണ്ട് അല്ലെ, ആ ഒരു കാമിനി ആയിട്ടുണ്ട് പലർക്കും. ആൻഡ് ദ ബിട്രേഡ് അല്ലെ, അങ്ങനെ പ്രണയത്താൽ അല്ലെ ഉപേക്ഷിക്കപ്പെട്ടവളും ഞാൻ തന്നെയാണ് അല്ലെ, ഞാൻ തന്നെയാണ് എന്താണ് പ്രിയതമയായതും അല്ലെ, പ്രിയതമനാൽ ഒഴിവാക്കപ്പെട്ട് അല്ലെ എന്ത് കഴിഞ്ഞത് ബിട്രേഡ് ആയപ്പെട്ടവളും അല്ലെ, കൈവിടപ്പെട്ട് അല്ലെ ഈ ഒരു തരം ചണ്ടിയായതും അല്ലെ, അതും ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് കമലാദാസ്. സോ ഒരു തരം അല്ലെ, നീ എന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെയും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. നീ എന്നെ യൂസ് ചെയ്ത് നീ അല്ലെ നിന്റെ ആ ഒരു ലസ്റ്റ് തീർത്ത് നീ സന്യാസി ആയെങ്കിൽ, അക്കോർഡിംഗ് ടു ബുദ്ധിസം അങ്ങനെയുള്ള ഐഡിയാസിലൊക്കെയും ഇതാണ്. പല അല്ലെ റിലീജിയസിലും അല്ലെ പല ആ കാര്യത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. സോ എന്ത് ചെയ്യണം നമ്മളല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ലെസ്റ്റ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്നും പുറത്തു വരണം, എങ്കിലേ മോക്ഷം സാധ്യമാവൂ എന്നുള്ളതാണ്. സോ അങ്ങനെ നീ എന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെയും യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ ഞാനും അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിന്റ് ആയിട്ടുണ്ട്, എന്റേതായ വഴി അല്ലെ ഞാനും ഒരു സന്യാസിനി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഐ ആം ദ ബിലവഡ് ആൻഡ് ദ ബിട്രേഡ്. സോ നീ അല്ലെ ബിലവഡ് ആക്കിയിട്ടുണ്ടാവാം, ബിട്രേഡ് ആക്കിയിട്ട്, ഇതൊക്കെയും നിങ്ങളുടെ ടേം ആണ് അല്ലെ, ഇതൊന്നും എനിക്ക് മൈൻഡ് അല്ല എന്നുള്ളതാണ്. സോ ഇതൊക്കെയും അല്ലെ കമലാദാസ് നടത്തുന്നതും എന്തിനാണ്, നിങ്ങൾ അല്ല നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അല്ലാണ്ട് കമലാദാസിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിന്റെ ആവശ്യമേ ഇല്ല. സോ അവർക്കല്ലേ എന്താണ് ഞാൻ എന്നതിൽ അവര് കംപ്ലീറ്റ് ആയിട്ടും അല്ലെ സമാധാനം പൂണ്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ്. അതിലല്ലേ കംപ്ലീറ്റ് ആയിട്ടൊരു പീസ് അല്ലെ സമാധാനം പ്രാപിച്ചവരാണ്. ഐ ഹാവ് നോ ജോയ്സ് ദാറ്റ് ആർ നോട്ട് ഇയേഴ്സ്, നോ ഏജസ് വിച്ച് ആർ നോട്ട് ഇയേഴ്സ് അല്ലെ. സോ എനിക്കെന്താണ് അല്ലെ, നിനക്ക് ഇല്ലാത്ത സന്തോഷമൊന്നും എനിക്ക് ഇല്ല എന്നുള്ളതാണ് അല്ലെ. എനിക്കുള്ള സന്തോഷം തന്നെയാണ് നിനക്കുള്ളത് അല്ലെ. നീ ശ്വസിക്കും പോലെ ഞാനും ശ്വസിക്കുന്നു. പിന്നെ എന്താണ് നിനക്കുള്ള പോലെ അല്ലെ വേദന എനിക്കുമുണ്ട് അല്ലെ. എന്താണ് നീ അല്ലെ എന്താണ് നോവിച്ചാൽ എനിക്ക് വേദനിക്കും, ഞാൻ നോവിച്ചാൽ നിനക്കും വേദനിക്കും അല്ലെ. ഒക്കെ കഴിയുമ്പോഴും എന്താണ് മരണം അല്ലെ രണ്ടാളെയും ഒരുപോലെ വന്ന് പുൽക്കുമെന്നുള്ളതുമാണ്. പിന്നെ എന്താണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ആണ്, അതുകൊണ്ട് ഞാൻ അല്ലെ മനസ്സിലാക്കുന്നുണ്ട്, എനിക്കത് ആ ഒരു ഐഡിയ അറിയാം, ഞാനും നീയും ഒട്ടും വ്യത്യസ്തരല്ല. ഐ റിയലി ഡിസേർവ് ആസ് മച്ച് ആസ് യു ഡിസേർവ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടല്ലേ എനിക്കതിൽ ഒരു ഡൗട്ടും ഇല്ല. ബട്ട് മറ്റുള്ളവർക്കാണ് പ്രശ്നം അല്ലെ, ഇറിറ്റേഷൻ, ആ ഒരു ഇച്ചി ഫീലിംഗ് അല്ലെ മറ്റുള്ളവർക്കാണ്. സോ അവരുടെ ഇച്ചി ഫീലിംഗ് മാറ്റാനാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. അതുകൊണ്ട് തന്നെ കവിത ആദ്യം തന്നെ വെച്ചിട്ടില്ല. സോ ഇത് അല്ലെ എനിക്ക് ഇൻട്രൊഡക്ഷനിന്റെ ആവശ്യമില്ല. സോ ഇച്ചി ഫീലിംഗ് ഉള്ളവരല്ല അത് വായിച്ച് ഇൻട്രൊഡക്ഷൻ വായിച്ച് അതങ്ങ് മാറ്റിക്കോളൂ എന്നാണ് കവയിത്രി പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കവയിത്രി അല്ലേ ആ ഒരു അല്ലെ 60 ലൈനും കടന്നു വന്ന് പറയുകയാണ് എന്ത് ഒരു അല്ലെ പടവുകളൊക്കെയും കടന്നു വന്ന് അല്ലെ പുണ്യം താൻ എന്ന അവസ്ഥയിലോട്ട് കയറി അല്ലെ ഞാൻ അല്ലെ സിന്നിലൂടെ ഒക്കെയും കടന്നു വന്ന് അല്ലെ ആ ഒരു സെയിന്റ് ആവാൻ പോകുന്ന നിമിഷമാണ്. സോ അവിടെ ഞാൻ അല്ലെ എന്നെ ഡിഫൈൻ ചെയ്യാൻ ഒരൊറ്റ സാധനം വേണ്ടത്, ഐ ടു കോൾ മൈ സെൽഫ് ഐ അല്ലെ, ഞാനും എന്നെ വിളിക്കുന്നു ഞാൻ എന്ന്. ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ അല്ലെ, അത് എന്റെ റൈറ്റ് ആണ്, ദാറ്റ് ഇസ് മൈ റൈറ്റ്. അവിടെ ഉള്ളത് ഒരു സാഡ് റിയലൈസേഷൻ എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. അത് എനിക്ക് അല്ലെ ഒരിക്കലും അതൊരു സാഡ് റിയലൈസേഷൻ അല്ല, അതൊരു കവിതയുടെ പ്രഖ്യാപനമാണ്. മൈൻഡ് യുവർ ബിസിനസ്, ഐ ഓൺ മൈ സെൽഫ്, അത് തന്നെയാണ് അവിടെ അല്ലെ മുഖരിതമാകുന്നതും. അതിനപ്പുറത്തോട്ടുള്ള ഒരു വികാരവും അല്ല അവിടെ ഫിറ്റ് ആവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഫിറ്റ് ആയല്ലേ കമലാദാസ് അല്ല എഴുത്തുകാരി അല്ലെ, ഒരിക്കലും എഴുത്തുകാരി ആവുകയുമില്ല. ആ ഒരു ഐ എന്നുള്ള അല്ലെ ഗോഡിന്റെ ആ ഒരു റലത്തിൽ ഇരിക്കുന്നവളാണ് കമലാദാസ്. സോ ഷീ സെസ് ഐ ടു കോൾ മൈ സെൽഫ് ഐ, ഞാനും എന്നെ വിളിക്കുന്നു ഞാനെന്ന്. സോ ദാറ്റ്സ് ദ പോയം ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ്. സോ ഞാൻ ഇതിലെ പല ഒബ്സർവേഷൻസും പറഞ്ഞിട്ടുണ്ട്. ബട്ട്
ടെക്സ്റ്റ് ഉണ്ടാക്കിയവരുടെ ഐഡിയ എന്താണ് എന്നുള്ളതനുസരിച്ചിട്ടേ നമുക്ക് ആൻസർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കല്ലേ കവിതയെ വായിക്കാം, വ്യാഖ്യാനിക്കാം, ഇതൊക്കെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം. ബട്ട് ആൻസർ ഉണ്ടാക്കുമ്പോൾ നമ്മളല്ലേ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ്. സോ അതല്ലേ, കാരണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആ ഒരു ചട്ടയിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസേഴ്സ് ഒക്കെയും ഞാൻ യൂണിവേഴ്സിറ്റിക്കാരുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടാക്കിയവരുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷ നടത്തി മാർക്ക് തന്ന് വിലയിരുത്താൻ പോകുന്നവരുടെ ഇൻട്രസ്റ്റ്, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ആൻസർ തന്നെയാണ് തരിക. അല്ലാതെ എന്താണ് ഭയങ്കരമായ ഒരു സ്വതന്ത്രമായ ഒരു ചിന്തയിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളും എടുത്ത് നമ്മൾ അവിടെ പോയാൽ അവർ പറയുമേ ഇത് ആൻസർ തെറ്റാണ്, അല്ലെ കവിയത്ര ഇതല്ല ഉദ്ദേശിച്ചത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അതേ രീതിയിലുള്ള ആൻസറുമായിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. മീറ്റ് യു അഗൈൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.